എന്നിട്ട് പരിപാടി മക്കളെ അങ്ങനെ കുറച്ചേരം കിടന്നുറങ്ങാൻ വിചാരിച്ചതാ. ഇന്നലെ റൂമൊക്കെ വന്നല്ലോ 11 മണി വരെ ഉണ്ട്. അങ്ങനെ നോക്കുമ്പോൾ 11 മണിക്ക് എൻ്റെ കഴിഞ്ഞാൽ പിന്നെ ചവിട്ടിലാണക്കില്ല. ഞാൻ മെല്ലെ 8 മണിക്ക് എൻ്റെ അപ്പോൾ 9 മണി ആയി. സാധനങ്ങളൊക്കെ പാക്ക് ചെയ്ത് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇവിടുന്ന് മെല്ലെ ഇറങ്ങാൻ നോക്കട്ടെ. ഇവിടെ ഇനി മെയിനായിട്ട് ഇനി അമ്പലങ്ങളിലെ കാണാനുള്ളതെന്ന് പറഞ്ഞു. ഇന്നലെ പിന്നെ രാത്രി ലൈറ്റ് അറേഞ്ച്മെന്റ് ഉണ്ടെന്നുണ്ട്. രാത്രി ഒന്ന് ഇറങ്ങി നോക്കി. പക്ഷെ ലൈറ്റ് അറേഞ്ച്മെന്റ് ഉണ്ടാകുന്നില്ല. പോസ്റ്റ് എന്തോ അടിച്ചു പൊളിക്കില്ല അവിടെ. അപ്പോൾ ഞാൻ മെല്ലെ ഇവിടുന്ന് ഇറങ്ങാൻ നോക്കട്ടെ ഏട്ടാ. എന്ത് സൗണ്ടാ. അങ്ങനെ ഇനിയിപ്പോൾ സാധനങ്ങളൊക്കെ സെറ്റായിട്ടുണ്ട്. ഇനി ഇവിടെ ഭക്ഷണം ഉണ്ടെന്ന് പറഞ്ഞിട്ടായിരുന്നു. ഞാൻ പിന്നെ ഭക്ഷണം കഴിക്കാൻ നിൽക്കുന്നില്ല. ഇന്നലത്തെ മറ്റേ റൊട്ടി തന്നിട്ടുണ്ടായിരുന്നില്ലേ മറ്റേ ഇവിടുന്ന്. അപ്പോൾ അതിൻ്റെ ബാക്കി ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അത് കഴിച്ച് തൽക്കാലം വെറുതെ കളയാനില്ല. ആൾ സ്നേഹത്തോടെ തന്നല്ലോ. അങ്ങനെ അപ്പോൾ ഇവിടുന്ന് യാത്ര തുടങ്ങാം. നോക്കി നോക്കാം നമുക്ക് എന്താവുന്നു. ഓൾ ഇന്ത്യ ഒക്കെ പൊടി പിടിച്ചു. കുറേ നേരമായി സൈക്കിളോട്ട് തുടങ്ങിയിട്ട് ഒന്നും കാണാനില്ല റോട്ടിലൊന്നും. എപ്പോൾ തുടങ്ങി ചവിട്ടില്ലാന്നറിയൂ. വെറുതെ ഇങ്ങനെ ചവിട്ടുക. ഇന്ന് കുറച്ച് നേരം വൈകി ചവിട്ടിയായിരുന്നു. എനിക്ക് ഭക്ഷണം കഴിക്കാണ്ട് നിർത്തിയിട്ടില്ല. പിന്നെ വലിയ ക്ഷീണം തോന്നുന്നില്ല. ഇപ്പം സമയം ഏകദേശം 2 മണിക്ക് കഴിഞ്ഞിട്ട്. ഇടയ്ക്ക് കുറച്ച് നേരം നിർത്തും. അതന്നെ, വേറെ പരിപാടിയൊന്നും ഇല്ല. റോട്ടിലഞ്ച് കാണാനും ഈ പറഞ്ഞ പോലെ അപ്പുറത്ത് കുറേ കൃഷിയുണ്ട്. ഇപ്പുറത്ത് കുറേ യൂക്കാലിമരമുണ്ട്. കുറേ വണ്ടിയുണ്ട്. കുറേ റോഡുണ്ട്. വേറെ ഒന്നും കാണാനില്ല. അയ്യോ, കുറച്ച് ദൂരം മുന്നേ ഒരു കട കണ്ടപ്പോൾ ബ്രെഡ് ഉണ്ടായിരുന്നല്ലോ ഇന്നലെ വാങ്ങിച്ചത്. അപ്പോൾ നേരെ കുറച്ച് പഴം വാങ്ങിച്ചു. ഇവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നലെ 40 രൂപയ്ക്ക് എത്ര 5 പഴം കിട്ടി. 50 രൂപയ്ക്ക് 1 കിലോ പഴം. അങ്ങനെ കണ്ടോ. അപ്പോൾ 1 കിലോ പഴം വാങ്ങിച്ചു. അങ്ങനെയാണ് കാര്യങ്ങൾ. കുറച്ച് കഴിഞ്ഞാൽ ഒന്ന് സൈഡാക്കി നിർത്തിയിട്ട് ബ്രെഡും കുറച്ച് പഴമൊക്കെ കഴിച്ചിട്ട് പോവാ. വെറുതെ പ്രത്യേകിച്ച് വേറെ കാഴ്ചകളൊന്നും കാണാനില്ല ഇന്നത്തെ യാത്രയിൽ. ഒരു മരം മുറിക്കണ മില്ല് കണ്ടു. അതന്നെ, കുറേ ചെമ്മീരാടിയും കൂട്ടങ്ങളുണ്ട് അവിടെ. ഇങ്ങനെ ഈ മാതള നാരങ്ങ മറ്റേ കരിമ്പിൻ ജ്യൂസ് ഇതൊക്കെ വിൽക്കാൻ വേണ്ടിയിട്ട് കുറേ ആൾക്കാർ ഇരിക്കുന്നുണ്ട്. ചൂട് കൂടി തുടങ്ങിയിട്ടുണ്ട് ഇവിടെ. ഇന്നലത്തെക്കാട്ടിലും ഒരു പൊടിക്ക് കൂടിയുണ്ട് ചൂട്. ശരിക്കറിയുന്നുണ്ട്. അയ്യോ, അമ്പാല എന്ന് പറഞ്ഞുള്ള സ്ഥലത്തേക്ക് പോകണ റൂട്ടാണ്. എത്ര കിലോമീറ്റർ കാണാവോ. മറ്റേ മാപ്പ് നോക്കണ ഫോൺ ഓഫായി. അത് കുത്തി വെച്ചിട്ടുണ്ട്. അതിന് ചാർജ് ആവണം. കുറച്ച് നേരം കഴിയട്ടെ ചാർജ് ആവട്ടെ. പുള്ളിക്ക് ഇന്നലെ കുത്തി വെച്ചിട്ട് അതിൻ്റെ ചാർജ് കാല് തട്ടിയിട്ടാണോണ്ട് കയറിയില്ല. അത് ഊരിപ്പോന്നു. അത് പിന്നെ രാവിലെ നോക്കുമ്പോൾ പറഞ്ഞത്. രാവിലെ കുറച്ച് നേരം വെച്ചു. പക്ഷേ അപ്പോഴേക്കും ചാർജ് ഫുള്ളൊന്നും ആയില്ല. അയ്യോ, അപ്പോൾ ചെറിയൊരു കയറ്റാണ്. തിരക്കുണ്ട് റോട്ടിൽ. ഇവിടെ ഈ നേരത്തൊക്കെ ഇങ്ങനെ തിരക്കില്ല. ആളെ കണ്ടതാ ഫ്രണ്ടിൽ നോക്കി. കുറേ ലോഡൊക്കെ വെച്ചിട്ട് സൈക്കിൾ മൂണ്ടേ പിടിക്കാണാവോ. ചോദിച്ചു നോക്കിയൊക്കെ ആളോട്. भाई किधर जाने का? वैष्णो देवी आ रहे हैं। जय श्री राम। जय श्री राम। जय श्री। किधर जाने का? वैष्णो देवी अमरनाथ है। अमरनाथ वैष्णो माता। हाँ, तुम्हारा गाँव किधर है? एमपी भोपाल। मैं केरला से आएगा। हाँ, नाम क्या है? नाम हमारा न्यालदास है। हाँ, इधर से कितना दूर है तुम्हारा टेम्पल का? हाँ, दूर है 450 किलोमीटर। 400 किलोमीटर है। हाँ, तुम रात में मंदिर में रहना है। हाँ, ओके बाय। बढ़िया। हाँ, बढ़िया। ആളുടെ സൈക്കിളൊക്കെ നോക്കി. ആള് ദൈവത്തിൻ്റെ ഒരു ആചാരത്തിൻ്റെ ഒരു ഇതിലാണ് പോണത്. കണ്ടില്ലേ, ആള് മധ്യപ്രദേശിൽ കണ്ടാണ് വരണേ.
400 കിലോമീറ്റർ 500 കിലോമീറ്ററിൻ്റെ അടുത്തുണ്ട് ആൾക്ക് പോകാണ്ടെന്ന് പറഞ്ഞേ. എന്താ അല്ലേ ആൾക്ക് ചവിട്ടമ്മലും വയ്യാണ്ട് ആള് തള്ളിയിട്ട് വയ്യാണ്ടായിട്ട് വെക്കണേ. എന്നെ കണ്ട പുറത്താലും പറയാൻ പറ്റുള്ളവരേക്ക്. എന്താ അല്ലേ ആള് ഫുള്ള് അമ്പലത്തിലൊക്കെ കിടക്കണമെന്ന് പറഞ്ഞ. പിന്നെ അങ്ങനെ എല്ലാവരും യാത്രയിലാണ്. യാത്ര തന്നെ ശരണം യാത്ര. ഇവിടൊക്കെ എന്തോ പണിയുണ്ട്. അപ്പുറത്താണ് ഹൈവേ കൂടെ ഞാൻ ഇത്ര നേരം വന്നിരുന്നേ. ഹൈവേ കൂടെ വരില്ലേ എളുപ്പമല്ലേ, വെറും ചൂട് മാത്രം. ഇതാകുമ്പോൾ കുറച്ച് മരങ്ങളുടെ ചെറിയ ചെറിയ തണലുകളിലും കിട്ടും. അപ്പുറത്ത് ഫുൾ വെയിൽ മാത്രം, ഒരു രക്ഷയില്ലാത്ത വെയിലാ. അയ്യ സമയം എത്രയായി? 3:15. കുറച്ച് നേരം എവിടെ ഇരിക്കുക വയ്യ. നേരത്തെ ബ്രെഡും പഴമൊക്കെ കൂട്ടിയിട്ട് നല്ലൊരു പിടവടച്ചു. കണ്ട് നോക്കുമ്പോൾ പേരയ്ക്ക, കുറേ നാളായി പേരയ്ക്ക കണ്ടിട്ട്. ഇപ്പോൾ 1/2 കിലോ പേരയ്ക്ക് മഞ്ചായി പിടിച്ചു. പേരയ്ക്കൊക്കെ ഈ നാട്ടിലുള്ളപ്പോൾ ഒരു വില ഇല്ല. എനിക്ക് വില ഉണ്ടായിരുന്നുണ്ട്, ഞാൻ പക്ഷെ നന്നായിട്ട് കഴിക്കും പേരയ്ക്ക. അങ്ങനെ മറ്റേ മഹാരാഷ്ട്ര കർണാടകയിലൊക്കെ കണ്ടമാനം കിട്ടിയായിരുന്നു. ഗുജറാത്തിലും കുറച്ച് കിട്ടിയായിരുന്നു. പിന്നെ കഴിഞ്ഞപ്പോൾ പിന്നെ കിട്ടില്ല തീരെ. ഞാൻ കിട്ടിയപ്പോൾ വേഗം വാങ്ങിച്ചു. കുറേ വാങ്ങിച്ചിട്ട് വരില്ല, ഞാൻ പഴം വാങ്ങിച്ചായിരുന്നു. കുറേ വാങ്ങിച്ച് കഴിഞ്ഞാൽ പൊക്ക വേസ്റ്റ് ആവും വെറുതെ. അത് കാരണം കുറച്ച് വാങ്ങിച്ചല്ലോ. അങ്ങനെ അയ്യോ മെല്ലെ പോവാം. അത് വേറെ പാകമൊന്നുമില്ല. ഇന്നിപ്പോൾ ആകെ 40-50 കിലോമീറ്റർ തികച്ച് ഓടിയിട്ടില്ല ഇത്ര നേരമായിട്ട്. ഒന്നാമത് പിന്നെ നേരമായിട്ട് ഇറങ്ങിയത് അവിടെ നിന്ന് 10 മണിയൊക്കെ അവർ അതിൻ്റെ ഇറങ്ങുമ്പോൾ തന്നെ. അങ്ങനെ ഹരിയാന ബസ്. ഇവിടെ ഈ സൈഡിൽ കൂടെ പോണ നേരത്തെ കാടിൻ്റെ ഉള്ളിൽ നിന്ന് 2-3 ആൾക്കാർ വിളിക്കുക. നോക്കിയപ്പോൾ എന്താ സംഭവം എന്ന് മനസ്സിലായില്ല കേട്ടോ ആദ്യം. അങ്ങനെ നോക്കുമ്പോൾ കോൾ ഗേൾസ് ആണ്. साइकिल में पूरा सामान है. नहीं 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 हैं नहीं 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 मैं चलेगा. जा जा. ഇത് കണ്ട അവിടെ കാടിൻ്റെ ഉള്ളിൽ ഇരുന്നിട്ടേ മറ്റേ സെക്സ് വർക്കേഴ്സാണ്. അവർ അപ്പുറത്ത് നിന്ന് വന്നിട്ട് ഇറങ്ങിയിട്ടുള്ളതുകൊണ്ട് ഞാൻ വിചാരിച്ചത് എന്തിട്ട് വിളിക്കണേന്ന്. ജാ എന്നൊക്കെ പറഞ്ഞിട്ട് വിളിക്കുന്നുണ്ട്. എന്താ സംഭവം മനസ്സിലാവില്ല. അപ്പം നോക്കുമ്പോൾ കുട്ടികളെ കണ്ട ആ വഴിയിൽ നിന്ന് ഇറങ്ങി വന്നിട്ട് ഇരുന്ന് വിളിക്കുക. ഞാൻ പറഞ്ഞില്ലേ ഈ സാമീനെ ഇപ്പോൾ കണ്ടതാ. അപ്പോൾ അവളോട് വർത്താനം പറഞ്ഞ് പോകുമ്പോഴാണ് ഇവർ എന്നെ കണ്ടേക്കൊണ്ട്. എന്താ അല്ലേ ഇവിടെ കുറേ വണ്ടികളൊക്കെ നിർത്തിയിട്ടുണ്ട്. ഇതേപോലെ കണ്ടോ ഓരോ ഓട്ടോറിക്ഷക്കാർ ലോറികൾ ഒക്കെ നിർത്തിയിട്ടുണ്ട് അവിടെ. ഒക്കെ മണ്ടയിൽ പണി മൂടാവുന്നുണ്ട്. ഇതിൻ്റെ ഉള്ളിൽ എവിടെയെങ്കിലൊക്കെ ഉണ്ടാവുമൊക്കെ. അതായത് ഇതൊരു വെറൈറ്റി കാഴ്ച കഴിഞ്ഞിട്ട് ഞാൻ ആദ്യമായിട്ട് ഇങ്ങനത്തെ ഒരു സംഭവം കാണണേ. അതാ വേറെ പെണ്ണതിനുള്ളിൽ ഇരിക്കുന്നുണ്ട് കണ്ടോ. ഓക്കെ ബൈ ബൈ. ടാറ്റ കയറിണ്ട്. ടാറ്റ വന്നോ. എന്ത് ചെയ്യാലേ ഒരംഗം വിട്ടേ. ഇതിൽ കാണണ്ടെന്ന് അറിയില്ല അതിൻ്റെ ഉള്ളിക്ക്. ഇങ്ങനത്തെ ഒരംഗം വിട്ടതിനുള്ളിൽ കാടാണ്. കാടിനുള്ളിൽ വന്നിരിക്കുന്നുണ്ട് നൈസായിട്ട്. അയ്യോ അയ്യ ഇവിടെയൊക്കെ നിർത്തി കഴിഞ്ഞാൽ ഇവർ ചിലപ്പോൾ കിടുങ്ങാമണി വരെ അടിച്ചോണ്ട് പോകും. അങ്ങനത്തെ ടൈപ്പ് നല്ല ഇവര് പറയാൻ പറ്റില്ല. എന്താ ലോറിയൊക്കെ അവിടെ നിർത്തിയിട്ടുണ്ട്. ലോറിക്കാരൻ്റെ പോയിട്ട് രണ്ടാൾ റെസ്റ്റ് എടുത്തിട്ടിരിക്കുന്നു. ഇവിടെ മൊത്തം തുണികളൊക്കെ വെച്ചിട്ട് കിടക്കുന്നുണ്ട് കേട്ടോ. ഫുള്ള് തന്നെ പരിപാടി കൊണ്ടിട്ട് ഇവിടെ നല്ല തണലുള്ള സ്ഥലമല്ലേ. വെറൈറ്റി സംഭവമുണ്ട് കാട്ടിൻ്റെ ഉള്ളികളിലെ കളികൾ. നല്ല ചൂടാട്ടോ ഇവിടെ. പറഞ്ഞത് നല്ല വണ്ടി കള്ളു കുടിക്കാനൊക്കെ വന്നിരിക്കാൻ പറ്റിയ പറഞ്ഞ ടൈപ്പ് സ്ഥലങ്ങളിൽ നോക്കി എന്ത് തണലാ നോക്കി ഉള്ളിലൊക്കെ. അങ്ങനെയാണ് കാര്യങ്ങൾ മക്കളെ. എന്ത് ചെയ്യാലേ ഓരോ സ്ഥലത്തും ഓരോ വ്യത്യസ്തമായ കാഴ്ചകൾ എന്ന് പറഞ്ഞ് കേട്ടിട്ടുള്ള അപ്പം കണ്ടില്ലേ. കച്ചു ഞാൻ പോവുക അവിടെ നിന്ന്. ഇവിടെയൊക്കെ സാധനങ്ങൾ അവിടെ മൂത്ര വയ്ക്കുന്ന മതി. ചിലപ്പോൾ സാധനങ്ങൾ മൊത്തം എടുത്തുകൊണ്ട് ഊരി പേടിക്കണം നമ്മൾ. അങ്ങനെയാണ് കാര്യങ്ങൾ. ചൂട് കൂടി തുടങ്ങി വീണ്ടും. ആവശ്യം നേരത്തെ ക്യാമറ ഓണാക്കി കഴിഞ്ഞാൽ കിട്ടില്ല. എന്തൊരു കഷ്ടമാണെന്നറിയോ. കുറച്ച് നേരത്തെ
ബാക്കിൽ 2-3 ആൾക്കാർ നടന്നിട്ട് വരുന്നുണ്ടാണെന്ന്. ഞാനിത് ഓണാക്കി പിടിച്ചിട്ട് നോക്കുമ്പോൾ ഇത് വർക്കാവണില്ല. എന്തൊരു കഷ്ടമല്ലേ. ക്യാമറയുടെ കത്തിക്കൽ കഴിഞ്ഞായിരുന്നു. ഒന്നാമതേ ഡിസ്പ്ലേ ഇറക്കിയില്ല, അത് വലിയൊരു പ്രശ്നം. പിന്നെ ഇത് ഓണായോ ഇല്ല എന്നുള്ളത് അറിയണ്ടേ, അതാണ് ഏറ്റവും വലിയ പ്രശ്നം. അതിനെക്കാട്ടും അയ്യോ പോലീസ് സ്റ്റേഷൻ. അയ്യോ അങ്ങനെ ഹരിയാനയുടെ വലിയൊരു കവാടം. ഹരിയാനയുടെ ഇതിലുള്ള മെയിനായിട്ട് ഈ അംബാല എന്ന് പറഞ്ഞ സ്ഥലത്തിൻ്റെ ബോർഡർ പോലെയാണ് ഇത് കൊടുത്തുള്ളത്. കണ്ട വലുതായിട്ട് മറ്റേ അമ്പിൻ്റെ ഇതില്ലേ, അമ്പ വില്ല, അത് വില്ലല്ല അമ്പാന്ന് തോന്നുന്നുണ്ട്. അതിൻ്റെ ഷേപ്പിലാണ് കൊടുത്തുള്ളത്. അംബാല ആപ്കാ സ്വാഗത് കർത്താ ഹേ എന്നൊക്കെ പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. വേണ്ട സെറ്റപ്പായിട്ടില്ല, കുഴപ്പനായിട്ടില്ല. അങ്ങനെ അംബാലയുടെ ബോർഡർ കടന്നു. നമുക്ക് ഛത്തീസ്ഗഡ് പോണ റൂട്ടിലേക്ക് പോവാം. അതുകൊണ്ട് അവിടെ നിന്ന് ലുധിയാന പോകാനാണ് പ്ലാൻ ചെയ്തിട്ടുള്ളത്. പ്ലാനിങ് പറഞ്ഞ പോലെയാണ്, എന്താവുന്നൊന്നും ഉറപ്പൊന്നുമില്ല. നോക്കി നോക്കാം നമുക്ക് എന്താവുന്നു. അങ്ങനെ കാര്യങ്ങൾ. അങ്ങനെ സൈഡാക്കാൻ വെച്ചിട്ട് നോക്കിയത്. അങ്ങനെ ഒരു മുട്ടക്കട കിട്ടി. മുട്ടക്കട കിട്ടിയപ്പോൾ പിന്നെ നമ്മൾ നോക്കിയില്ല. ഒരു ഓംപ്ലേറ്റ് അടിക്കാൻ ഒരു ബ്രെഡും ബാക്കിയിട്ടുണ്ടല്ലോ. ബ്രെഡ് ചൂടാക്കി തരാൻ പറയാം ആളോട്. അങ്ങനെ ഇവിടെ റേറ്റ് കുറവട്ടെ. 2 മുട്ട അടിക്കുക ആകെ 40 രൂപ വരണുള്ളൂ. മറ്റോടത്തൊക്കെ 80 രൂപയ്ക്ക് വരാറില്ല. ബണ്ണൊക്കെ കൂടിയിട്ട് വരാറില്ല കേട്ടോ. അങ്ങനെ ഓരോ ഓംപ്ലേറ്റൊക്കെ കഴിച്ചിട്ട് നല്ല പോയി. ഇവിടുത്തെ വൈൻ ഷോപ്പൊക്കെ കണ്ടോ എനിക്ക്. ചെറുതാണ്, ഷീറ്റ് ഇട്ടിട്ടാണൊക്കെ. എല്ലായിടത്തും ഷീറ്റ് ഇട്ടിട്ടാണ്. സിമ്പിൾ പരിപാടിയാണ്. ഉള്ള ഗ്രില്ലുണ്ടാവും, വരി നിൽക്കുക പരിപാടി തന്നെ. भाई पाव मिलेगा? पाव नहीं, नहीं नहीं हमारे पास है. എന്തിട്ട് വെളിച്ചെണ്ണാണോ ചോദിച്ചാൽ കടുകെണ്ണ പോലെ ഉണ്ട്. കളർ നോക്കി, മഞ്ഞ കളർ. ഹായ് ഓംപ്ലേറ്റ്. ഓംപ്ലേറ്റ് കാണുമ്പോൾ ഒരു വികാരം അല്ലേ. എന്തൊരു സീനാ ഓംപ്ലേറ്റ് അടിയുന്നുണ്ട് കഴിഞ്ഞാൽ. ജാതി രസമാണ്. എന്നിട്ട് മസാലയൊക്കെ ഇടുന്നുണ്ട്. ചിക്കൻ മസാലയൊക്കെ ഇടണേ. ഞാനേ പോയി കഴിച്ചിട്ട് വരാം. അത് നല്ലത്. പുള്ളി യൂക്കാലി മരങ്ങളാണ് ഉണ്ടാ.
പെട്രോൾ പമ്പിൽ ചേട്ടന്മാർ ചപ്പാത്തിയും ഉരുളൻകിഴങ്ങ് കറിയൊക്കെ കൊടുന്നു. നല്ല ചേട്ടന്മാരാട്ടാ, ഇവിടെ ഉണ്ട് എല്ലാവരും. ഫുള്ള് സെറ്റാണ് ഇവിടെ. അപ്പോൾ ശരി കേട്ടോ മക്കളെ, ഞാനിത് കഴിച്ചിട്ട് കിടന്നുറങ്ങാൻ നോക്കട്ടെ കേട്ടോ. അപ്പോൾ ശരി.